താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി 4 മാത്രം. ഭാഗമായത് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ: പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. സോവിയറ്റ് പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. ലെനിൻ ആദ്യമായിട്ട് സമാധാന ഉത്തരവ് അംഗീകരിച്ചു. ഇതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. കാരണം യുദ്ധം ജയിച്ചെങ്കിൽ മാത്രമേ പ്രദേശങ്ങൾ ലഭിക്കുകയുള്ളൂ. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ഓപ്ഷൻ എ 1, 2, 4 എന്നിവയാണ് ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളോടും പ്രോത്സാഹിപ്പിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ശരിയായവ: 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്ത് പത്മനാഭൻ NSS സ്ഥാപിച്ചു. 1903 ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ SNDP, 1908 യോഗക്ഷേമ സഭ, 1914 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ NSS. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. 1857 കലാപത്തിന്റെ ഫലങ്ങൾ: ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിച്ചിരുന്നത്. പക്ഷെ 1857 ശേഷം ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അതുവരെ ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല. 1857 കലാപത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കുവാൻ അവയ്ക്ക് കഴിയുന്നില്ല. ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ പരിമിതിയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് ചോദിച്ചത്. കൃത്യമായ ഉയരത്തിന്റെ വിശദാംശം നൽകുന്നുണ്ടെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ ആ മാറ്റത്തെ തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ
ടോപ്പോഗ്രാഫിക് മാപ്പുകൾക്ക് കഴിയുന്നില്ല. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിലും കാരണമാകുന്നു. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന പ്രസ്താവന ഏതാണ്? പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ചു കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലകങ്ങൾ കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണയിക്കുന്നത്? അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ, എൽനിനോ, ലാനിന എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയുമായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ദേശീയ വരുമാനം എന്നാൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതെല്ലാമാണ്? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറയുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. ധനക്കമ്മി എന്നാൽ കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളും പൊതുപരാതികളുടെയും വകുപ്പ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭരണഘടനാ ഭേദഗതി 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാമാണ്? ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് നവംബർ 26, 1949 അംഗീകരിച്ചു. നടപ്പിലാക്കിയത് 1950 ജനുവരി 26. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുവാനുള്ള വകുപ്പ് ആർട്ടിക്കിൾ 356.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിവ? ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ് കടമ്മനിട്ട എന്ന സ്ഥലം? പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമൂഹിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? നിർമാല്യം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനി. ഒളിമ്പിക്സിൽ സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയത് 1920. ലിബറോ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് ഏതെല്ലാമാണ്? ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിയിങ്. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് ആചരിക്കുന്നത്. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ആഗോളതാപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൂടുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. 2016-ൽ ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ പെടാത്ത ഒറ്റ മൂലകം ഏതാണ്? ലിവർമോറിയം. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. മാനക ഭാഷ. പ്രേഷകൻ സ്ത്രീലിംഗം പ്രേഷക. താക്കോൽ പിരിച്ചെഴുതിയാൽ താൾ പ്ലസ് കോൽ. ശരിയായ വാക്യം. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ബഹുവചന രൂപം അല്ലാത്തത് മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദമാക്കിയാൽ പാർവതി ജായയായിട്ടുള്ളവൻ. സർപ്പന്യായം. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്തു ജീവിക്കുക. പ്ലസ് മാനം പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കന്നിപ്പറക്കലും കടലാട്ടവും ഒരുമിച്ച്.